നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ബികോം 6th സെമസ്റ്ററിലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ആണ്. കാരണം നമ്മളുടെ 6th സെമ്മിന്റെ എക്സാം ഈ മാസം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എടുക്കുന്നത്. കാരണം എസ് എ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ എസ് എ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഫണ്ട് ഫ്ലോ അനാലിസിസ് ആണ്. അപ്പോൾ അതിനകത്ത് മൂന്നാമത്തെ മൊഡ്യൂളിനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 3A-യും 3B-യും. അതിൽ 3A ഫണ്ട് ഫ്ലോ അനാലിസിസും 3B ക്യാഷ് ഫ്ലോ അനാലിസിസും ആണ്. ഇത് രണ്ടും ഈ 3A-യും 3B-യും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പം എക്സാം അടുത്ത് വരുന്നത് കൊണ്ടാണ് ഈ ചാപ്റ്റർ ആദ്യം തന്നെ എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് എസ് എ ഇത് ചോദിക്കുമ്പം അതിന് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത്. വളരെ എളുപ്പമാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനകത്ത് വലുതായിട്ടൊന്നും പഠിക്കാനില്ല. വളരെ എളുപ്പമാണ്. നമ്മൾ ശ്രദ്ധ വെച്ചൊന്ന് പഠിച്ചാൽ മാത്രം മതി. വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ആദ്യത്തെ 2 മൊഡ്യൂളെന്ന് പറയുമ്പോൾ തിയറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, എന്താ പറയുക, തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല, തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ ഈ പറഞ്ഞ മൂന്നാമത്തെ മൊഡ്യൂൾ തൊട്ട് അങ്ങോട്ടുള്ള മൊഡ്യൂൾസുകൾ പ്രോബ്ലം ആയതുകൊണ്ടാണ് മൂന്നാമത്തെ മൊഡ്യൂൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫണ്ട് ഫ്ലോ അനാലിസിസിനകത്ത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പം ടെക്സ്റ്റിൽ ആദ്യം തന്നെ കുറച്ച് തിയറി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കൺസിഡർ ചെയ്യേണ്ട എന്താണ് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന എല്ലാത്തിനും, അതായത് ഒരു ബിസിനസ്സിലോട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് എങ്ങനെയെല്ലാം വരുന്നു, ബിസിനസ്സിൽ നിന്ന് ഫിനാൻഷ്യൽ റിസോഴ്സ് എങ്ങനെയെല്ലാം പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റീസ്, നോൺ കറണ്ട് അസറ്റ് എന്താണ്, നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ചെറിയ ക്ലാസ് മുതൽ, അതായത് +1 മുതൽ നമ്മൾ കേട്ട് പരിചിതമായ വാക്കുകളാണ് കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി എന്നൊക്കെ. അപ്പോൾ അത് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു വർഷത്തിനകത്ത് തന്നെ നമുക്കത് വിറ്റ് പൈസയാക്കുക, അല്ലെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനെയും കറണ്ട് അസറ്റ് എന്ന് പറയാൻ സാധിക്കും. അതിന് എക്സാമ്പിൾ നമുക്ക് തന്നെ അറിയാം, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെയാണ്. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോഴും ഒരു വർഷത്തിനകം തന്നെ കൊടുത്ത് തീർക്കേണ്ടതായിട്ടുള്ള കടങ്ങളെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലയബിലിറ്റീസും. നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫിക്സഡ് അസറ്റ് ആയിരിക്കും. എന്നാൽ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോഴോ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി നമുക്ക് കാലാവധി കൂടുതലുണ്ടായിരിക്കും. അതാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ ഫ്ലോ ഓഫ് ഫണ്ട് ആണ് പറയുന്നത്. ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയുമ്പം നമ്മുടെ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ചേഞ്ചസ് ആണ്. അത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് എന്തുമാത്രം മാറ്റം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ട്, അതാണ് മെയിനായിട്ട് നമുക്ക് ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ ഫ്ലോ ഓഫ് ഫണ്ട്, ബിസിനസ്സിലോട്ട് ഫണ്ട് വരുന്നുണ്ടോ, ഫണ്ട് പോകുന്നുണ്ടോ എന്നുമായി റിലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ എടുക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ലയബിലിറ്റീസ് മൈനസ് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതിനകത്ത് എടുക്കേണ്ടത്. അപ്പം നമ്മൾ ട്രാൻസാക്ഷൻ നോക്കുമ്പം ആ ട്രാൻസാക്ഷനകത്ത് കറണ്ട് അസറ്റിൻ്റെ വരവോ പോകും, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ആ ട്രാൻസാക്ഷനാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ അത് എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസിൽ ഇൻവോൾവ് ആവാത്ത ട്രാൻസാക്ഷൻ എന്തൊക്കെയാണെന്ന് പറയുന്നു. അതിന് തിയറി പോർഷനാണ് ആദ്യത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ തുടങ്ങുന്നത് പ്രോബ്ലം മുതലാണ്. കാരണം നമുക്ക് പ്രധാനമായിട്ടും എസ് എക്ക് ചോദിക്കുന്നത് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പിന്നെ തിയറീസൊക്കെ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റിനകത്ത് ഇടുമ്പോൾ നമ്മൾ പിന്നെ വരും വീഡിയോസിൽ അതിൻ്റെ തിയറി പോർഷനും എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് എന്തുമാത്രം ചേഞ്ചസ് വന്നു എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്നത്
ഫണ്ടാണ്, സോഴ്സസ് ആണ്. അതായത് നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് എന്താണ് എവിടെ നിന്നൊക്കെ ഫണ്ട് വരുന്നു, എവിടെയൊക്കെ നമ്മുടെ ഫണ്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ചിലപ്പം ഇപ്പം നമുക്ക് 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് ആയിരിക്കും തരുന്നത്. അപ്പം നമ്മൾ ഈ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കും. ചിലപ്പോൾ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരാം, ചിലപ്പോൾ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരാം. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ കൂടി നിൽക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു നിൽക്കാം. അപ്പം അത് വെച്ചതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഓർക്ക് ടാലി ആയിരിക്കും. അതായത് നമുക്ക് ഇങ്ങോട്ട് ബിസിനസ്സിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണ് ബിസിനസ്സിലോട്ട് പൈസ വരുന്നത് അത് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാണിക്കാം. എങ്ങോട്ടൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പൈസ പോകുന്നത് അത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്താണ് ഫോർമാറ്റ് എന്ന് പറയുമ്പം സോഴ്സസ്, എമൗണ്ട്, ആപ്ലിക്കേഷൻ, എമൗണ്ട് എന്നാണ്. അപ്പോൾ സോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫണ്ട് വരുന്നത്, ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ഫണ്ട് പോകുന്നതാണ്. അപ്പം ഈ സോഴ്സസ് ഓഫ് ഫണ്ടിനകത്തൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. എന്ന് വെച്ചാൽ ബിസിനസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് എന്തുമാത്രം പൈസ വരുന്നു എന്നുള്ളത് അതായത് നമ്മുടെ യഥാർത്ഥ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ഒരുപാട് നോൺ ക്യാഷ് ഐറ്റംസും ഐറ്റംസ് ഒക്കെ നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്യുക. ഡിപ്രീസിയേഷൻ പോലെയുള്ള നോൺ ക്യാഷ് ഐറ്റംസ് ഒക്കെ കുറച്ചിട്ടുള്ളതാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നോൺ ക്യാഷ് ഐറ്റം എല്ലാം തിരിച്ചിട്ട് കൂട്ടിയിട്ട് യഥാർത്ഥ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ യഥാർത്ഥ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എത്രമാത്രം ഫണ്ട് നമുക്ക് കിട്ടി എന്നുള്ളത് കണ്ടുപിടിക്കലാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് കിട്ടിയതിന് ശേഷം അത് നമ്മൾ നമ്മുടെ സോഴ്സസിനകത്ത് കാണിക്കേണ്ടത് പ്രധാനപ്പെട്ട ഐറ്റമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷെഡ്യൂൾ ഓഫ് വർക്കിംഗ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വർക്കിംഗ് നോട്ടായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷനും ഈ പറയുന്ന ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ടെക്സ്റ്റിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ഐറ്റവും നമ്മൾ എവിടെ എടുക്കണം, ഓരോ ഐറ്റവും എങ്ങനെ ട്രീറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ടെക്സ്റ്റിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പം അതിൻ്റെ ഫോർമാറ്റാണ് ആദ്യം നോക്കേണ്ടുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലേഴ്സ്, പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, ഇൻക്രീസ്, ഡിക്രീസ്, അങ്ങനെയായിരിക്കും അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ എടുക്കണം. അപ്പം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ചേഞ്ചസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കണ്ടുപിടിക്കുമ്പോൾ ഇതിൽ എടുക്കേണ്ടത് എപ്പോഴും കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ആയിരിക്കണം. വളരെ എളുപ്പമാണ് ചെയ്യാൻ. അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തരും. അതിൽ നിന്ന് നമ്മൾ കറണ്ട് അസറ്റുകളും കറണ്ട് ലയബിലിറ്റീസും എടുക്കുക. രണ്ടും തമ്മിലുള്ള ചേഞ്ചസ്, ഈ വർഷവും കഴിഞ്ഞ വർഷവും തമ്മിലുള്ള ചേഞ്ചസ് നോക്കുക. ചിലപ്പോൾ ചില കറണ്ട് അസറ്റ് കൂടും, ചില കറണ്ട് അസറ്റ് കുറയും. അപ്പോൾ കൂടുവാണെങ്കിൽ നമ്മൾ ഇൻക്രീസിൽ കാണിക്കുക, കുറയുവാണെങ്കിൽ ഡിക്രീസിൽ കാണിക്കുക. അതേപോലെ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പൈസ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻക്രീസും ഡിക്രീസും എഴുതുന്നത്. അപ്പോൾ അത് ഞാൻ കൂടുതൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. കറണ്ട് അസറ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. പക്ഷെ കറണ്ട് ലയബിലിറ്റീസ് എഴുതുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം കറണ്ട് ലയബിലിറ്റീസ് കഴിഞ്ഞ വർഷത്തെക്കാളും കറണ്ട് ലയബിലിറ്റീസ് ഈ വർഷം കൂടുവാണെങ്കിൽ നമ്മളത് ഡിക്രീസ് കോളത്തിലാണ് എഴുതേണ്ടത്. അതേപോലെ കറണ്ട് അസറ്റ് കുറയുവാണെങ്കിൽ ഇൻക്രീസ് കോളത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോബ്ലം ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ കൂടി നിൽക്കുന്നതെന്ന് നോക്കുക. ഇൻക്രീസ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും, ഡിക്രീസ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമുക്ക് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ദെൻ അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഴ്സസ് ആണ്. സോഴ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞാൽ ബാലൻസ് ഷീറ്റും കൂടി നോക്കിയാണ് ചെയ്യേണ്ടത്.
അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ നമ്മൾ എന്താണ് ഈ നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലയബിലിറ്റീസും ഉണ്ട്, അത് നോക്കാം. അപ്പം ബിസിനസ്സിലോട്ട് നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ പ്രധാനമായിട്ടും ഫണ്ട് വരുന്നത് എങ്ങനെയാണ്? ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വഴിയോ അല്ലെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന വഴിയൊക്കെ ആയിരിക്കും. അപ്പം അത് എങ്ങനെ ഇഷ്യൂ ചെയ്തോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയുന്നത്? കഴിഞ്ഞ വർഷത്തെ ഷെയറും ഈ വർഷത്തെ ഷെയറും തമ്മിൽ കമ്പയർ ചെയ്യാം. ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഷെയർ കുറവായിരിക്കും, ഈ വർഷം ഷെയർ കൂടുതലായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അഡീഷണൽ ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബിസിനസ്സിലോട്ട് ഫണ്ട് വന്നു. അപ്പോൾ അതെന്താണ്? സോഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർ കൊണ്ട് കാണിക്കാം. അതേപോലെയാണ് ഡിബഞ്ചർ. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം ഡിബഞ്ചർ കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ കൊണ്ട് ഡിഫറൻസ് എടുത്തെഴുതുക. ഡിഫറൻസ് ആണ് എഴുതേണ്ടത്. പിന്നെ അതേപോലെ നമ്മൾ എഴുതേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ചിലപ്പോൾ ബാങ്ക് ലോൺ എടുക്കുമോ അങ്ങനെ വല്ലതും കാണും. അപ്പോൾ ആ ബാങ്ക് ലോൺ എടുത്തു എന്നുണ്ടെങ്കിൽ നമ്മളത് ലോങ് ടേം ബോറോയിങ് കൊണ്ട് കാണിക്കാം. പിന്നെ വരുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. ചില ഫിക്സഡ് അസറ്റുകൾ വിൽക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ 2 വർഷത്തെ എമൗണ്ടുകൾ തമ്മിൽ നോക്കിയാൽ മതി. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എമൗണ്ട് കൂടി നിൽക്കുകയാണ്, ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് കൂടി നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അസറ്റ് വാങ്ങി എന്നാണ്. അസറ്റ് വാങ്ങുന്നത് ഒരിക്കലും സോഴ്സ് അല്ല, ആപ്ലിക്കേഷനാണ്. കാരണം അസറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാണ്. എന്നാൽ ചില സമയങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ അസറ്റിൻ്റെ എമൗണ്ട് കൂടി നിൽക്കും, ഈ വർഷത്തെ അസറ്റ് എമൗണ്ട് കുറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം അസറ്റ് വിറ്റു എന്നാണ്. അപ്പോൾ അതിന് നമുക്ക് അസറ്റ് വിൽക്കുമ്പോൾ നമ്മുടെ ക്യാഷ് കൂടും. അപ്പം അവിടെ എന്തായിരിക്കും? സോഴ്സ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെയിൽ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇൻകം ഫ്രം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സോഴ്സസിൽ കാണിക്കാം. കാരണം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഉപയോഗം കുറച്ചേ ആയിട്ടുള്ളൂ എന്നാണ്. അപ്പം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചതൊരു സോഴ്സാണ് അല്ലെ, ഫണ്ട്. കാരണം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും മെച്ചമാണ് കുറച്ച് ഉപയോഗിക്കുക. അപ്പം അത്രയും ഫണ്ട് നമുക്ക് കയ്യിലുണ്ടെന്നാണ് അർത്ഥം. അപ്പം നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് നമുക്ക് കിട്ടിയെങ്കിൽ അത് നമ്മൾ സോഴ്സസിനകത്ത് എഴുതാം. ദെൻ അടുത്ത ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയൊക്കെ പൈസ ഉപയോഗിച്ചു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷെയറിൻ്റെ എമൗണ്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ ഈ വർഷം കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഷെയർ റിഡംഷൻ ചെയ്തു, തിരിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഷെയർ കുറയും. അപ്പോൾ നമ്മളത് ആപ്ലിക്കേഷനകത്ത് കാണിക്കുക. അതേപോലെയാണ് ഡിബഞ്ചറിൻ്റെ കാര്യവും. പിന്നെ നോക്കേണ്ടത് ലോൺ. നമ്മൾ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ലോൺ ഉണ്ട്, ഈ വർഷം നോക്കുമ്പോൾ ലോൺ ഇല്ല. അതിൻ്റെ അർത്ഥം ആ ലോൺ തിരിച്ചടച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ പോവാണ്. അപ്പോൾ പൈസ പോകുന്ന എല്ലാം നമ്മൾ ആപ്ലിക്കേഷനകത്ത് കാണിക്കണം. പിന്നെ അതേപോലെ പറയുകയാണെങ്കിൽ ചില ഫിക്സഡ് അസറ്റുകൾ ചിലപ്പം കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം കൂടി നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അസറ്റ് വാങ്ങി. അപ്പോൾ അസറ്റ് വാങ്ങുമ്പോഴും നമ്മുടെ കയ്യിൽ പൈസ പോവാണ്. അപ്പോൾ അത് പേയ്മെൻറ്റിൽ കാണിക്കുക. പിന്നെ ടാക്സ് അടച്ചത്, ഡിവിഡൻഡ് അടച്ചത് എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിൽ തരും. അപ്പോൾ അതെല്ലാം പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻ്റ് എല്ലാം നമ്മൾ കാണിക്കേണ്ട ആപ്ലിക്കേഷനാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മളുടെ എന്താണ്? നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷനായാലും കാണിക്കാം. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് നമ്മളുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ളത്. പിന്നെ മറ്റൊരു ഇത് എന്ന് പറയുന്നത്, പിന്നെ ഞാൻ പറയാൻ മറന്നു, പ്രധാനമായിട്ടും നമ്മുടെ സോഴ്സിൽ വരുന്ന കാര്യം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അതുപോലെ എടുത്തെടുത്ത് വെക്കാൻ പാടില്ല. കാരണം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്നും കുറേ നോൺ ക്യാഷ് ഐറ്റംസ് എല്ലാം കുറച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഡിപ്രീസിയേഷൻ പോലെയുള്ള നോൺ ക്യാഷ് ഐറ്റം ഒക്കെ തിരിച്ചു കൂട്ടിയിട്ടുള്ള ആ എമൗണ്ടിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്. നമുക്ക് ഓരോ ഇല്ലുസ്ട്രേഷനായിട്ട് നോക്കാം. അപ്പോൾ ഓരോ ഇല്ലുസ്ട്രേഷൻ പറയുമ്പം ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 1 നോക്കാം. വളരെ ചെറിയൊരു പ്രോബ്ലമാണ് ഇല്ലുസ്ട്രേഷൻ 1 തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. അത് കഴിയുമ്പം പിന്നീട് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളുള്ള പ്രോബ്ലമാണുള്ളത്. അപ്പം ആദ്യത്തെ നമുക്ക് ബേസ് ആയിട്ട് ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് APC ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2002 and 2003. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. 2002 2003 ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പ്രിപ്പയർ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: 1, എ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അപ്പം നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കുക, ദെൻ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും കണ്ടുപിടിക്കുക. സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ചെറിയൊരു ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് 2 വർഷത്തെയാണ്. അതായത് ലയബിലിറ്റീസ് 2 എമൗണ്ടോളം 2002 2003. അപ്പോൾ ഓർത്തോളം 2 വർഷത്തെ ബാലൻസ് ഷീറ്റാണ്. ദെൻ അസറ്റ് 2002 2003 ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഐറ്റംസ് നോക്കാം. ലയബിലിറ്റീസിൽ
ഷെയർ ക്യാപിറ്റൽ 4 lakh 2002 ഉണ്ടായിരുന്നു. 2003 5,75,000. ദെൻ ക്രെഡിറ്റേഴ്സ് 2002 1,06,000, 2003 70,000. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 14,000, 31,000. ഇതാണ് ലയബിലിറ്റി സൈഡിലുള്ളത്. അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 75,000, 2003 1 lakh. സ്റ്റോക്ക് 1,21,000, 2003 1,36,000. ഡെപ്റ്റേഴ്സ് 1,81,000, 2003 1,70,000. ദെൻ ക്യാഷ് 1,43,000, 2003 2,70,000. അപ്പം ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ്. അപ്പം നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പം ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അപ്പം ഫോർമാറ്റ് വളരെ എളുപ്പമാണ്. ഫോർമാറ്റിനകത്ത് വരുന്ന ഇങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് പർട്ടിക്കുലേഴ്സ് ആണ്. അപ്പം നമ്മൾ പർട്ടിക്കുലേഴ്സ് എന്ന് എഴുതുക. പിന്നീട് നമുക്കിവിടെ തന്നിരിക്കുന്ന ഏതൊക്കെ വർഷമാണോ ആ വർഷം എടുത്തെഴുതുക. 2002, 2003. ദെൻ അടുത്ത കോളം എന്ന് പറയുന്നത് നമ്മളിപ്പം എഴുതുമ്പോൾ 2002ലെയും 2003ലെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് എന്ന കോളത്തിൽ എഴുതുക, ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസ് എന്ന കോളത്തിൽ എഴുതണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള 2 കോളമാണ്. അപ്പം മൊത്തം 4 എമൗണ്ട് കോളമാണുള്ളത്. അപ്പം ഇത് 2002 ബേസ് ഇയർ എടുക്കുക, 2003 എഴുതുക, പിന്നെ ഇൻക്രീസ് ഡിക്രീസ്, ഇത്രയുമാണ് കോളം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ ആണല്ലോ. അപ്പം നമ്മൾ എടുക്കേണ്ടത് എന്തൊക്കെയാണ്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് കറണ്ട് അസറ്റ് എന്ന് നമ്മൾ എപ്പോഴും കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഇക്വേഷൻ എഴുതിയപ്പോൾ കറണ്ട് ലയബിലിറ്റി മൈനസ് കറണ്ട് അസറ്റ് എന്നായിരുന്നു എഴുതിയത്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്നാണ് എഴുതേണ്ടത്. അപ്പം കറണ്ട് അസറ്റ് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ്. അപ്പോൾ കറണ്ട് അസറ്റ് ഏതാണ്, കറണ്ട് ലയബിലിറ്റി ഏതാണ്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ഏതാണ്, എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിവിടെ 4 അസറ്റാണുള്ളത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. അപ്പം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് ഫിക്സഡ് ആണ്, അത് ഫിക്സഡ് അസറ്റ് ആണ്. എന്നാൽ സ്റ്റോക്ക്, ഡെപ്റ്റർ, ക്യാഷ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്, ഒരു വർഷത്തിനകത്ത് തന്നെ നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 3 എണ്ണമാണ് നമ്മളുടെ കറണ്ട് അസറ്റ്. അത് അതുപോലെ എടുത്തെഴുതുക. സ്റ്റോക്ക്, ദെൻ ഡെപ്റ്റേഴ്സ്, ദെൻ ക്യാഷ്. ഇനി ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് എടുത്തെഴുതുക. ആദ്യം 2002, ദെൻ 2003 ആണ്. 2002ലെ എമൗണ്ട് 1,21,000. അതായത് സ്റ്റോക്കിന് നേരെയുള്ള എമൗണ്ട് തന്നെ എഴുതണം. ഡെപ്റ്റേഴ്സ് 1,81,000. ദെൻ ക്യാഷ് 1,43,000. ദെൻ 2003 കണക്ക് പ്രകാരം 1,36,000. ദെൻ 1,70,000. ദെൻ 2,70,000. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അത് അതുപോലെ എടുത്തെഴുതുക എന്നതായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക. 2002 1,21,000 ആയിരുന്നു. 2003 1,36,000 ആയി. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? കൂടിയേക്കാണ് അല്ലെ? അപ്പൊ കൂടിയേക്കാണ്. അപ്പൊ എത്ര കൂടി? 1,36,000 നിന്ന് 1,21,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 15,000 രൂപയുടെ ഡിഫറൻസ് വന്നു അല്ലെ? അപ്പം കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും 2003 കൂടി. അപ്പൊ എത്ര ആണ് കൂടിയത്? 15,000 ആണ്. അപ്പൊ നമ്മളത് ഇൻക്രീസ് കൂടിയതായതുകൊണ്ട് ഇൻക്രീസ് എന്ന കോളത്തിൽ കാണിക്കാം. ദെൻ അടുത്ത നോക്കിയേ, ഡെപ്റ്റേഴ്സ് 1,81,000 ആയിരുന്നു, ഇപ്പം 1,70,000 ആയി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? കുറഞ്ഞേക്കാണ് അല്ലെ? ഡെപ്റ്റേഴ്സ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്? 11,000 രൂപയുടെ ഡിക്രീസ് ആണ്. അപ്പൊ നമ്മൾ ഡിക്രീസ് കോളത്തിൽ 11,000 എന്ന് കാണിക്കും. ദെൻ അടുത്ത ക്യാഷ് ആണ്. ക്യാഷ് 1,43,000 ആയിരുന്നു, 2,70,000 ആയി. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചേക്കുക? ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. എത്ര രൂപ ഇൻക്രീസ് ആണ്? 1,27,000 രൂപ ഇൻക്രീസ് ആണ്. അപ്പൊ അത് ഇൻക്രീസ് കോളത്തിൽ കാണിക്കും. ഇത്രയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ അസറ്റിന്റെ കോളം നമ്മൾ ടോട്ടൽ ചെയ്തിടുക. കറണ്ട് അസറ്റിന്റെ കോളം ടോട്ടൽ ചെയ്യുക. അപ്പം 4,40,5,000, 2003 5,76,000 വരും. എന്നാൽ ഈ ഇൻക്രീസ് ഡിക്രീസ് എന്ന കോളം നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നമുക്കിനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കറണ്ട് ലയബിലിറ്റീസിന്റെയും ചെയ്യാനുണ്ട്. അപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല.
ഇനി നമ്മൾ രണ്ടാമത് ബി എന്ന് കൊടുക്കുക. എന്നിട്ട് എഴുതുന്നത് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിന്റെ ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നോക്കാം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ളത്. അപ്പൊ 3 ഐറ്റമാണ് ലയബിലിറ്റീസിൽ തന്നിരിക്കുന്നത്: ഷെയർ ക്യാപിറ്റൽ, ക്രെഡിറ്റേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇവിടെ എടുക്കാൻ പാടില്ല. കാരണം അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വിറ്റി ആണ് അല്ലേ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അപ്പൊ അത് നമ്മൾ എടുക്കാൻ പാടില്ല. പിന്നുള്ള ക്രെഡിറ്റേഴ്സ് ആണ്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പം ഷെയർ ക്യാപിറ്റലും പ്രോഫിറ്റും ആർക്ക് അവകാശപ്പെട്ടതാണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത്. അത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് എടുക്കാൻ പാടില്ല. എടുക്കേണ്ടത് ഏത് മാത്രമാണ്? ക്രെഡിറ്റേഴ്സ് മാത്രമാണ്. അപ്പം നമ്മളിവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതുക. എന്നിട്ട് നേരത്തെ പോലെ എമൗണ്ട് എടുത്തത് 2002 എമൗണ്ട് 1,06,000 ആണ്. 2003 70,000 ആണ്. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കറണ്ട് ലയബിലിറ്റീസ് 2002 1,06,000, 2003 70,000 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 1,06,000 70,000 ആയി, അപ്പൊ കുറഞ്ഞു, നമ്മൾ ഡിക്രീസിൽ എഴുതി വെക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം കറണ്ട് അസറ്റിന്റെ പ്രത്യേകത എന്താ? അപ്പൊ നമ്മളിവിടെ എന്താ ആദ്യം ചെയ്യുന്നത്? നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പഴയതിനേക്കാളിലും കൂടുതലാണോ അതോ കഴിഞ്ഞ വർഷത്തെക്കാളിലും കുറവാണോ, ഉപയോഗിച്ചത് കുറവാണോ, അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ കറണ്ട് അസറ്റ് കൂടി എന്ന് പറയുമ്പം പണ്ട് നമ്മുടെ 1,21,000 ഉള്ളായിരുന്നു. അതായത് ഈ സ്റ്റോക്ക് വിറ്റാൽ നമുക്ക് 1,21,000 കിട്ടുമായിരുന്നു. പക്ഷെ ഈ വർഷം 2003 1,36,000 കിട്ടും. അപ്പൊ അതെന്താണ്, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് കൂടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻക്രീസിൽ എഴുതിയത്. അതേപോലെ ഡെപ്റ്റേഴ്സും 1,81,000 നമുക്ക് കിട്ടാനുണ്ടായിരുന്നു 2002. എന്നാൽ 2003 1,70,000 ഉള്ളൂ. അപ്പൊ നമ്മുടെ വരുന്ന ഫണ്ട് കുറയും. അപ്പൊ നമ്മൾ ഫണ്ടുമായി റിലേറ്റ് ചെയ്തേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ലയബിലിറ്റിന്റെ കാര്യം പറഞ്ഞാലും അത് തന്നെയാണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പൈസ ആർക്കാണോ കൊടുക്കാനുള്ളത് അയാളെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 2002 1,06,000 രൂപ നമ്മൾ കടം കൊടുക്കാനുണ്ട്. നമ്മൾ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനായിട്ടുള്ളത് 1,06,000 ആണ്. എന്നാൽ 2003 70,000 രൂപയുള്ളൂ. നമുക്ക് കടം എന്ന് പറയുന്നത് 70,000 ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ രീതി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ എനിക്കിപ്പോ ഒരു വരുമാനമുണ്ട്. ആ വരുമാനത്തിൽ കൂടുതൽ പൈസയെ ഞാൻ ഒരാൾക്ക് പലിശയ്ക്ക് കടമെടുത്തത് വീട്ടാനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഫണ്ട് അത്രയും കുറയുവാണ് അല്ലേ. അപ്പം ഇവിടെ 2003 ഇപ്പൊ 1,06,000 സ്ഥാനത്ത് 70,000 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കടങ്ങൾ കുറഞ്ഞു. അപ്പൊ എൻ്റെ കയ്യിലുള്ള ഫണ്ട് എന്താണ്, കൂടുതലായിട്ട് വരും. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ബാധ്യത ഇവിടെ കുറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് കൂടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് എന്ന കോളത്തിൽ വേണം ഇതിന്റെ ഡിഫറൻസ് എഴുതാൻ. അതായത് 36,000 രൂപ വരും. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അസറ്റ് ആയാലും കറണ്ട് അസറ്റ് ആയാലും കറണ്ട് ലയബിലിറ്റീസ് ആയാലും ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുന്നത്. നമ്മൾ എപ്പോഴും ഓർക്കുക, കറണ്ട് അസറ്റ് കൂടുമ്പോൾ നമ്മുടെ ഫണ്ട് കൂടും. അതായത് നമുക്ക് ആ ഒരു അസറ്റ് വിൽക്കുമ്പോൾ നമ്മുടെ അത്രയും ഫണ്ട് വരും. അപ്പം നമ്മൾ ഇൻക്രീസിൽ കാണിക്കുക. കറണ്ട് അസറ്റ് കുറയുമ്പോൾ നമ്മുടെ ഫണ്ട് കുറയും. എന്നാൽ കറണ്ട് ലയബിലിറ്റീസ് കുറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് കൂടും. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കടങ്ങൾ കുറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എന്ത് ചെയ്യും, കൂടും. അതേപോലെ പിന്നെ നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് കൂടുമ്പോൾ നമ്മുടെ ഫണ്ട് കുറയും. അങ്ങനെ മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ. അല്ലാതെ എമൗണ്ടുകൾ കൂടി കുറഞ്ഞു, ഇപ്പം കഴിഞ്ഞ വർഷത്തെക്കാളിലും ഈ വർഷം എമൗണ്ട് കുറവാണ് അതുകൊണ്ട് നമ്മൾ ഡിക്രീസ് ആണെന്നുകൊണ്ട് എഴുതി വെക്കരുത്. അത് ഇൻക്രീസ് ആണ്. കാരണം നമ്മുടെ ഫണ്ട് കൂടുന്നോ കുറയുന്നോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലയബിലിറ്റീസ് കൂട്ടുക എന്നതാണ്. ലയബിലിറ്റീസ് നമ്മൾ ഈ ഒരു എമൗണ്ടേ ഉള്ളൂ. അപ്പം അതുപോലെ എടുത്തങ്ങ് എഴുതിയാൽ മാത്രം മതി. 70,000. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻക്രീസ് ഡിക്രീസ് നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചങ്ങ് ഇടുക. കാരണം നമ്മൾ തീർന്നു. ഇനി ബാക്കി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ബാലൻസ് ഞാൻ മുകളിലാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തല്ലോ. അതായത് അസറ്റ് ടോട്ടൽ ചെയ്തു, ലയബിലിറ്റി ടോട്ടൽ ചെയ്തു, പിന്നെ ഇൻക്രീസ് ഡിക്രീസ് എന്ന കോളം കൂടെ ചേർത്ത് വരച്ചു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട കാര്യം, നമുക്ക് എയും ബിയും രണ്ടും കൂടെ എയിൽ നിന്നും ബി കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അപ്പം നമ്മളിവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതുക. ബ്രാക്കറ്റ് എഴുതുക എ മൈനസ് ബി. എ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. കാരണം നമ്മൾ കറണ്ട് അസറ്റ് എഴുതിയപ്പോൾ എ എന്ന ലെറ്റർ കൊടുത്തിരുന്നു. ബി എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അത് ഇത്രയേ ഉള്ളൂ. കറണ്ട് അസറ്റിന്റെ ടോട്ടലിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസിന്റെ ടോട്ടൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും.
അപ്പൊ 2002 വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആയ 4,45,000 നിന്നും കറണ്ട് ലയബിലിറ്റി ആയ 1,06,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 3,39,000 രൂപ കിട്ടും. ദെൻ അതേപോലെ 2003 ചെയ്യാം. 5,76,000 നിന്നും 70,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 5,06,000 കിട്ടി. അപ്പൊ നമുക്ക് 2 വർഷത്തെ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻക്രീസ് എന്ന കോളം എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക, ഡിക്രീസ് എന്ന കോളം എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. അപ്പൊ ഇവിടെ ഇൻക്രീസ് എന്ന കോളത്തില് 15,000, 1,27,000, 36,000 അങ്ങനെ 3 എമൗണ്ട് ആണ്. ഈ 3 എമൗണ്ടും കൂടെ കൂട്ടി എഴുതുക. അതായത് 1,78,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ കറണ്ട് ലയബിലിറ്റീസ് ആകെ ഒറ്റ എമൗണ്ടേ ഉള്ളൂ 11,000. അപ്പൊ നമുക്ക് അത് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി 11,000. ഇത്രയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ വർക്കിംഗ് ക്യാപിറ്റലിനകത്തും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, പിന്നെ 3,39,000 രൂപ 2002 വർക്കിംഗ് ക്യാപിറ്റൽ. 2002 അത് 3,39,000 ആയിരുന്നു. എന്നാൽ 2003 5,06,000 ആയി. അപ്പൊ ഇവിടെ എന്താണ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ എത്ര രൂപ ഡിഫറൻസ് ആണുള്ളത് അത് നമ്മൾ എഴുതുക. അതായത് ഇവിടെ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം എന്ത് ചെയ്തേക്കാണ്, വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയേക്കാണ്. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1,67,000 ആണ്. അപ്പൊ നമ്മൾ അത് എഴുതുക 1,67,000. അതിന് നേരെ എഴുതേണ്ടത് എന്താണ്, നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് ഇൻക്രീസ് എന്ന് എങ്ങനെയാ മനസ്സിലായത്? 2002 3,39,000 ഉണ്ടായിരുന്നുള്ളൂ. 2003 5,06,000 ആയി. അപ്പം കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം കൂടി. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ എവിടാണോ കുറവ് അവിടെ വേണം നമ്മൾ എഴുതാൻ. അതേപോലെ തന്നെ നമ്മൾ ഇൻക്രീസും ഡിക്രീസും കോളം തമ്മിൽ നോക്കുക. ഇതേ ആൻസർ തന്നെ വരും. അതായത് ഇൻക്രീസ് എന്ന കോളത്തിൽ 1,78,000 രൂപയാണ്, ഡിക്രീസ് എന്ന കോളത്തിൽ 11,000 രൂപയാണ്. അപ്പൊ നമ്മൾ എത്ര ഡിഫറൻസ് വരും? അതും 1,67,000 വരും. അപ്പൊ ഡിക്രീസ് കോളത്തിലാണ് 1,67,000 ഡിഫറൻസ്. അത് നമ്മൾ എഴുതാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ടോട്ടൽ ചെയ്യുക എന്നതാണ്. അതായത് ഈ എമൗണ്ട്, അതായത് ഈ 2 എമൗണ്ട് കൂടെ കൂട്ടി എഴുതുക. നമുക്ക് 5,06,000 തന്നെ കിട്ടും. ഇത് 5,06,000 അതുപോലെ എടുത്ത് എഴുതുക. ഇൻക്രീസ് എന്ന കോളത്തില് 1,78,000 കിട്ടും. ഇവിടെയും 1,78,000 കിട്ടും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം കറണ്ട് അസറ്റുകൾ എടുത്തെഴുതുക, 2 വർഷത്തെ എമൗണ്ട് എഴുതുക, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക. കറണ്ട് ലയബിലിറ്റീസ് എടുത്തെഴുതുക, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിൽ കുറച്ചാൽ മതി. അങ്ങനെ 2002 2003 കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിൽ കുറച്ചപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. ദെൻ ഇൻക്രീസ് കോളല്ലാടെ കൂട്ടി എഴുതാം, ഡിക്രീസ് കോളല്ലാടെ കൂട്ടി എഴുതാം. അതിനുശേഷം ചെയ്യേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ തമ്മിൽ കൂടിയേക്കാണോ കുറഞ്ഞേക്കാണോ നോക്കാം. അപ്പൊ ഇവിടെ നോക്കാം, 2002 3,39,000, 2006 5,06,000 ആണ്. അപ്പൊ ഇതിൽ ഏതാണ് കൂടുതൽ? അത് നമ്മൾ ടോട്ടൽ കോളത്തിലങ്ങ് എഴുതാം. അപ്പൊ ഈ 2002 2003 കണക്ക് പ്രകാരം 2003 കൂടി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അത് ടോട്ടൽ കോളത്തിൽ ആ ഒരു എമൗണ്ട് 2 കോളത്തിലും കാണിക്കാം. എന്നിട്ട് ഈ 5,06,000 നിന്ന് 3,39,000 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അത് എഴുതുക. അപ്പൊ നോക്കിയാൽ ഇവിടെ കഴിഞ്ഞ വർഷത്തെക്കാളിലും ഈ വർഷം കൂടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നെറ്റ് ഇൻക്രീസ് എന്ന് പറയാൻ സാധിക്കും. പിന്നെ അതിനുശേഷം ചെയ്യേണ്ടത് ഇൻക്രീസ് കോളോ ഡിക്രീസ് കോളോ നോക്കുക. 2 ഏതാണോ കൂടുതൽ അത് ടോട്ടൽ കോളത്തിൽ എഴുതുക. ഇവിടെ ഇൻക്രീസ് ആണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ 1,78,000 എന്ന് 2 കോളത്തിൽ കാണിക്കുക. എന്നിട്ട് ഈ 1,78,000 നിന്നും ഈ പറയുന്ന 11,000 കുറച്ച് കഴിയുമ്പോൾ എത്ര ഡിഫറൻസ് നോക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് ഇൻക്രീസും ഡിക്രീസും തമ്മിലുള്ള ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടി. ഇനി ചെയ്യേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നും ഇതിനെ പറയും. അപ്പം നേരത്തെ പറഞ്ഞ സോഴ്സസ് എമൗണ്ട്, ആപ്ലിക്കേഷൻ എമൗണ്ട് എന്നാണ് അതിന്റെ ഫോർമാറ്റ്. അപ്പൊ നമ്മൾ സോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലോട്ട് എവിടെ നിന്നൊക്കെ പൈസ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നോക്കേണ്ടത് നമ്മളുടെ ഫിക്സഡ് അസറ്റ് ആണ്, അതുപോലെ തന്നെ ഫിക്സഡ് ലയബിലിറ്റീസും ആണ് നോക്കേണ്ടത് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ.
അപ്പൊ നമുക്ക് ആദ്യം സോഴ്സസ് ആണ്. സോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ വരാൻ വേണ്ടി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യും, ലോൺ എടുക്കും, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സോഴ്സസിനകത്ത് എടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ 2002 4 ലക്ഷം ഉണ്ട്, 2003 5,70,75,000 ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, ഷെയർ ക്യാപിറ്റൽ കൂടി നിൽക്കുകയാണ്. കൂടി നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ എമൗണ്ട് കൂടി, അപ്പൊ നമ്മുടെ ബിസിനസിന്റെ സോഴ്സസ് കൂടി. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ആ ഒരു വർഷം എന്ത് വന്നു, സോഴ്സ് വന്നു എന്നാണ്. അപ്പൊ എത്രയാണോ ഡിഫറൻസ് അത് നമ്മൾ എടുക്കുക. അപ്പൊ ഇവിടെ 2002 4 ലക്ഷം രൂപയെ ഉള്ളായിരുന്നു, 2003 നമ്മൾ എന്ത് ചെയ്തു, 1,70,75,000 രൂപ കൂടി അല്ലെങ്കിൽ 1,70,75,000 ഷെയർ കൂടി ഇഷ്യൂ ചെയ്തു. അപ്പൊ അത് സോഴ്സസ് ആയിട്ട് എഴുതുക. നമ്മൾ എഴുതേണ്ടത് ഇഷ്യൂ ഓഫ് ഷെയർ, കാരണം കൂടിയെങ്കിൽ നമ്മൾ അത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും, അതുകൊണ്ട് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് എഴുതുക. എന്നിട്ട് രണ്ടും നമ്മൾ ഡിഫറൻസ് ആണ് 1,70,75,000, അത് നമ്മൾ എഴുതുക. അപ്പൊ ഷെയർ ക്യാപിറ്റൽ കൂടുവാണെങ്കിലാണ് ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് എഴുതേണ്ടത്, കുറയുവാണെങ്കിൽ അത് ആപ്ലിക്കേഷൻ. കുറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ ഷെയർ എന്ത് ചെയ്തു, റെഡീം ചെയ്തു, തിരിച്ചു വാങ്ങിച്ചു. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് നമ്മൾ ആ ഷെയർ തിരിച്ചു വാങ്ങിക്കണം. അപ്പൊ നമ്മുടെ ഫണ്ട് കുറയും, അപ്പൊ അത് ആപ്ലിക്കേഷനിൽ എഴുതണം. ഇനി രണ്ടാമത് നോക്കേണ്ടത്, നമ്മളിവിടെ എന്ത് നോക്കാൻ പാടില്ല, കറണ്ട് ലയബിലിറ്റീസും കറണ്ട് അസറ്റും നോക്കരുത്. കാരണം നമ്മൾ അത് വെച്ചിട്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിനി കറണ്ട് ലയബിലിറ്റീസ് നോക്കണ്ട. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എന്താണ്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ എടുക്കണം. പക്ഷെ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മളത് നോക്കണം. അപ്പൊ ഇത് മാത്രമാണ് നമ്മളുടെ എന്താണ് ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുക്കാനുള്ളത്. ഇനിയുള്ള നമുക്ക് നോക്കിയാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കണം. അത് നമ്മൾ അടുത്തായിട്ട്, അപ്പം ഇത് നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ അടുത്തായിട്ട് എഴുതേണ്ടത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. നമ്മളിത് കണ്ടുപിടിക്കണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് നമുക്ക് എത്രമാത്രം ഫണ്ട് കിട്ടിയെന്നാണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് തരും, ഇത്ര രൂപ പ്രോഫിറ്റ് എന്നോട് തരും. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് 2002 പ്രോഫിറ്റ് തന്നിട്ട് 2003 പ്രോഫിറ്റ് തന്നിട്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 2003 പ്രോഫിറ്റ് എത്രയാണോ അത് എഴുതിയിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് കുറയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറണ്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഇവിടെ പിന്നെ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് ഈ പ്രോഫിറ്റുകൾ തമ്മിൽ കുറച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് പ്രോഫിറ്റ് ഓഫ് 2003 എത്രയാണ്, 31,000. അതിൽ നിന്ന് ലെസ് പ്രോഫിറ്റ് ഓഫ് 2002 14,000 കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 17,000 രൂപയാണ്. ഇത് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഫണ്ട്, അത് നമുക്ക് സോഴ്സ് ആണ്. നമ്മൾ ഇവിടെ എഴുതുക ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ക്ലോസിംഗ് പ്രോഫിറ്റും ഓപ്പണിംഗ് പ്രോഫിറ്റും കൂടെ കുറച്ചിട്ട് നമുക്ക് എന്ത് കിട്ടിയത്, കറണ്ട് പ്രോഫിറ്റ് കിട്ടിയത്. ബാക്കി അഡ്ജസ്റ്റ്മെന്റ്സിലൊക്കെ ഡിപ്രീസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ആഡ് ചെയ്യണം. ഇപ്പൊ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് രണ്ടും കുറച്ചാൽ മാത്രം മതി. ആ കുറച്ച എമൗണ്ട് ഇവിടെ എഴുതുക. അപ്പൊ നമ്മളുടെ എന്താണ് സോഴ്സസിന്റെ കോളം കഴിഞ്ഞു. ഇനി ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആപ്ലിക്കേഷനാണ് നമ്മൾ നോക്കേണ്ടത് കറണ്ട് അസറ്റ് ആണ്. അപ്പൊ ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നോക്കി 2002 75,000 ആയിരുന്നു, 2003 1 ലക്ഷമായി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ അസറ്റ് കൂടി അല്ലെ. നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 75,000 എന്നുള്ളത് 1 ലക്ഷമായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ കൂടുതൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങിച്ചു. അപ്പൊ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാണ്. അപ്പൊ അതുകൊണ്ട് അത് ആപ്ലിക്കേഷനകത്ത് എഴുതുക ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഡിഫറൻസ് 75,000 1 ലക്ഷം അല്ലേ, അപ്പൊ എത്ര വരും, 25,000. ഇന്ന് നോക്കിയേ, പിന്നെ ഉള്ളതെല്ലാം എന്താണ്, കറണ്ട് അസറ്റ് ആണ്. നമ്മൾ ഈ കറണ്ട് അസറ്റ് ഒക്കെ നമ്മൾ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കറണ്ട് അസറ്റ് ഒന്നും നോക്കണ്ട. ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ്, ഇവിടെ ആപ്ലിക്കേഷനകത്ത് വരുന്ന ഒരു ഐറ്റമാണ് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര രൂപ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, 1,67,000. അത് എഴുതുക. നെറ്റ് ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് ആപ്ലിക്കേഷൻ ആണ്. കാരണം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് ഉപയോഗിച്ചു, അപ്പൊ അത് ആപ്ലിക്കേഷൻ ആണ്. നെറ്റ് ഡിക്രീസ് ആണെങ്കിൽ അത് സോഴ്സിൽ വരും.
അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ടോട്ടൽ ചെയ്യാന്നുള്ളതാണ്. 1,75,000 17,000 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,92,000 ആണ്. ഇവിടെ അതേപോലെ 1,92,000 കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ടാലി ആകണം. ടാലി ആയാൽ മാത്രമേ നമുക്ക് ആൻസർ കറക്റ്റ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണുള്ളത്. അതായത് നമുക്ക് എത്രയാണോ ബിസിനസ്സിന് സോഴ്സ് 1,92,000 നമുക്ക് കിട്ടി, അത്രയും രൂപ നമ്മൾ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ നമ്മൾ ഇത്രയും രൂപ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് വിനിയോഗിക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഒരു സിമ്പിൾ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇനിയുള്ള പ്രോബ്ലം എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്കതിന് അടുത്ത വീഡിയോസിൽ ചെയ്യും.